ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ ഉള്ളിലുള്ള ബോക്സ് ഒന്ന് ഒഴിവാക്കാണ്. ഉള്ള ബോക്സസുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഡിസൈൻ ഒഴിവാക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കുകയാണ്. ഞാൻ 200 പിക്സൽ കൊടുക്കുകയാണ്. എല്ലാത്തിനും 200 പിക്സൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാർജിൻ ലെഫ്റ്റിനുള്ളത് ഞാൻ ജസ്റ്റ് ഒഴിവാക്കുകയാണ്. മുകളിൽ പാഡിങ് ചെയ്തൊന്ന് ഒഴിവാക്കുകയാണ്. ഇനി കോഡ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം, 3 ബോക്സസ് കാണാനുണ്ട്. ഇപ്പോൾ ഇത് ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ പുതിയ ലൈനിലാണ് എല്ലാതും സ്റ്റാർട്ട് ആയിട്ടുള്ളത്. എനിക്കെന്താണോ ഈ റെഡ് ബോക്സിനെ ഇവിടെ റൈറ്റിലോട്ട് അലൈൻ ചെയ്യണം, അതുപോലെ ഈ ഗ്രീൻ ബോക്സിന് റൈറ്റിലോട്ട് അലൈൻ ചെയ്യണം. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ആയിട്ടുള്ള പ്ലോട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ബോക്സിന് ഞാൻ എന്ത് ചെയ്യണേ, ഓക്കെ, അതിന് മുന്നേ ഞാൻ സെക്കൻഡ് ബോക്സിനാണല്ലോ എനിക്ക് മുകളിലോട്ട് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യണേ, പ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കുകയാണ്. പ്ലോട്ട് ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഉണ്ടോ ആ ഗ്രീൻ ബോക്സ് കാണാനായിട്ടില്ല, കാരണം ഇത് ഞാൻ ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് അപ്ലൈ ആയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബോക്സിന് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ പ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കണം. അതായത് ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ലെഫ്റ്റിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ അവിടെ ഫിക്സ് ചെയ്യണതിന് വേണ്ടിയിട്ട് ഈ ഒരു എലമെൻറ്റിന് കൂടെ നമ്മൾ പ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് പ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കുകയാണ്. ഇനി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ റെഡ് ബോക്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ബട്ട് ഗ്രീൻ ബോക്സ് കാണാനില്ല. ഞാൻ എന്ത് ചെയ്യണേ, ഇതിനും കൂടെ ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 3 ബോക്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 3 ബോക്സും ലെഫ്റ്റിലോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 3നും ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് ലെഫ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർട്ടിക്കലായിട്ട് പോണ ബോക്സിനെ നമുക്ക് ഹൊറിസോണലായിട്ട് കൊണ്ടുവരാൻ പറ്റും. പ്ലോട്ട് ലെഫ്റ്റ് അതിനാണ് യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഒരു ലോഗിൻ പേജൊക്കെ പോലത്തെ ചെറിയൊരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിൽ ഒരുപാട് ഫീൽഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പേ ഉണ്ടായിരുന്ന ഇമേജ് ഫോൾഡർ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ HTML ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഫോൾഡറിനുള്ളിൽ ആകെ ഒരു form.html എന്ന് പറഞ്ഞ ഒരു HTML ഫയലും അതുപോലെ തന്നെ style.css എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ ഷീറ്റ് CSS ഫയലും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം HTML ഫയൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണം, HTML സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ഒഴിവാക്കുകയാണ്. അതുണ്ടെങ്കിൽ ഉണ്ടെന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒഴിവാക്കുകയാണ്. ഓക്കെ, ഡോക്യുമെൻ്റ് നെയിം മാറ്റിയിട്ട് മൈ ഫോം എന്ന് കൊടുക്കുകയാണ്. ദെൻ ആദ്യമായിട്ട് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു div ക്രിയേറ്റ് ചെയ്യണം.
div എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്ത് div ക്രിയേറ്റ് ചെയ്ത് ഈ divനൊരു നെയിം കൊടുക്കുകയാണ്. id വെച്ചിട്ട് നെയിമിങ് ചെയ്യാണ്. നെയിമിൽ ജസ്റ്റ് മെയിൻ കണ്ടെയ്നർ എന്ന് കൊടുത്തു, കോപ്പി ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്, style.cs എന്ന് പറഞ്ഞാൽ ഈ CS ഫയൽ ഞാൻ സൈഡിലോട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സൈഡിൽ എന്ത് കാണുന്നുണ്ട്, style.cs എന്ന് പറഞ്ഞ ഫയൽ കാണുന്നുണ്ട്. മറ്റൊരു സൈഡിൽ HTML ഫയലും കാണുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണേ, ഇതിൽ ഞാൻ id നെയിം ആണല്ലോ കൊടുത്തത്, അതുകൊണ്ട് തന്നെ ആഷ് id നെയിം കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദെൻ അതിനുള്ളിൽ ഞാൻ ഒരു വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യണം. വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% കൊടുക്കുകയാണ്. 100% കൊടുത്തു കഴിഞ്ഞാൽ ആ div എന്ത് ചെയ്യും, അതിൻ്റെ വിഡ്ത്ത് ഫുൾ സ്ക്രീന് എടുക്കും. അതായത് ആ ഒരു വിഡ്ത്ത് ഫുൾ സ്ക്രീനായിട്ട് എടുക്കും. അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് സ്ക്രീനിൻ്റെ ഫുൾ വിഡ്ത്ത് ഒരു div എടുക്കും 100% കൊടുത്തു കഴിഞ്ഞാൽ. ദെൻ ഹൈറ്റ് ജസ്റ്റ് ഞാനൊരു 500 പിക്സൽ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണേ. ഞാൻ ജസ്റ്റ് ബ്ലൂ വയലറ്റ് എന്ന് പറഞ്ഞ ഒരു കളർ സെലക്ട് ചെയ്ത് ദെൻ ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ റണ്ണ് ചെയ്യണതിന് മുന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ CSS ഫയൽ എന്ത് ചെയ്യണം, HTML ഫയലുമായിട്ട് ലിങ്ക് ചെയ്യണം. അതിന് ഹെഡിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ലിങ്ക് എന്ന ടാഗ് യൂസ് ചെയ്തിട്ട് അതിൽ hrefനുള്ളിൽ പാത്ത് പറഞ്ഞെടുക്കാം. ./style.css. ഓക്കെ, പാത്ത് പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, റൺ ചെയ്യാം. ഇവിടെ റണ്ണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്, ഈ ഒരു div എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൻ്റെ ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റ് 500 പിക്സൽ പറഞ്ഞത് കാരണത്താൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ ഉണ്ടോ ഒരു വൈറ്റ് ബോർഡർ പോലെ കാണുന്നത്, അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. ബ്രൗസർ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, പകരം ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസറിൽ ഡിഫാൾട്ടായിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ കാണിക്കും, അതായത് മാർജിൻ ചെയ്ത് നിൽക്കും. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് CSS ഫയൽ വന്നിട്ട് എന്ത് ചെയ്യാം, ബോഡി എന്ന് എഴുതിയിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുള്ളിൽ എന്ത് ചെയ്യണം, മാർജിൻ 0% എന്ന് കൊടുക്കുക. മാർജിൻ എന്ത് ചെയ്യുക, 0% എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡി എന്ന് പറഞ്ഞ സെക്ഷൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ബോഡി സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് മാർജിൻ ഡിഫാൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിൻ 0% സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മാർജിൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. കണ്ടോ, ഇപ്പോൾ ആ ഒരു ഗ്യാപ്പ് പോയില്ലേ, ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ലായല്ലോ. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബോഡി സെക്ഷന് അല്ലാണ്ട് നമ്മുടെ മെയിൻ ആ ഒരു സെക്ഷൻ വൈറ്റായിട്ട് കിടന്നിട്ടുണ്ടായിരുന്ന ഈ സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു സെക്ഷൻ, ഇവിടുത്തെ കളർ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് ബ്ലൂ വെച്ച് കാണിച്ചു തരികയാണ്. ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് മാറും. സെർവർ ഒന്നുകൂടി റൺ ചെയ്യാണ്. കണ്ടോ, ബ്ലൂ നമ്മുടെ ബോഡി സെക്ഷന് ബ്ലൂ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ടെയ്നറാണ്, div ആണ്. ഓക്കെ, അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഞാൻ ഈ കളർ ജസ്റ്റ് ഒഴിവാക്കുകയാണ്. മാർജിൻ 0 എന്നുള്ള അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോം ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ മെയിൻ കണ്ടെയ്നർ ഉണ്ടല്ലോ, ഈ കണ്ടെയ്നറിനെ ഞാൻ എന്ത് ചെയ്യണേ, ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് ജസ്റ്റ്
സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ജസ്റ്റ് 100 pH എന്ന് കൊടുത്ത് നോക്കാം. 100 pH കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ എന്തായിട്ടുണ്ട്, നമ്മുടെ ഒരു സ്ക്രീൻ കംപ്ലീറ്റ് ആയത് ആ ഒരു ഡിവ് കംപ്ലീറ്റ് വിടുത്തും കംപ്ലീറ്റ് ഹൈറ്റും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവിനുള്ളിൽ മറ്റൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഡിവിന് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് നെയിം ID മിനി കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഒരു നെയിം കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ നെയിം കോപ്പി ചെയ്യാണ്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ആ നെയിം കോൾ ചെയ്യണം. എന്നിട്ട് അതിനൊരു വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വിഡ്ത്ത് ഞാൻ ജസ്റ്റ് ഒരു 500 പിക്സൽ, 500 വേണ്ടി വരില്ല, ഒരു 400 പിക്സൽ വെക്കുകയാണ്. ദെൻ ഹൈറ്റ് എന്ത് ചെയ്യണം, ഞാൻ ഒരു 600 പിക്സൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ബോക്സ് തിരിച്ചറിയണതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളറിൽ ജസ്റ്റ് ബ്രൗൺ ഇപ്പോൾ കൊടുക്കുകയാണ്, പിന്നീട് മാറ്റാം. ഓക്കെ, ബ്രൗൺ കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സെർവർ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എന്തോ ഒരു ഇഷ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സെർവർ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇവിടെ ആക്ച്വലി ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഗ്യാപ്പ് ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഒരു ഡിവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബോക്സിനെ ഒന്ന് സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബോക്സിന് എനിക്ക് മാർജിൻ കൊടുത്തിട്ട് കൊണ്ടുവരാൻ കഴിയും. അതായത് ഒന്നുകിൽ എനിക്ക് മാർജിൻ ലെഫ്റ്റ് ആദ്യം കൊടുക്കും, എന്നിട്ട് പിന്നെ മാർജിൻ ടോപ്പും കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലൈൻ ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 50 പിക്സൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, 50 പിക്സൽ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കൊടുത്തിട്ട് സെൻറ്ററിലോട്ട് എത്തിക്കണം. അപ്പോൾ ഒന്നുകിൽ എനിക്ക് മാർജിൻ വെച്ച് ആ രീതിയിൽ ചെയ്യാൻ കഴിയും. അതല്ലാണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനി കണ്ടെയ്നർ ആണല്ലോ എനിക്ക് സെൻറ്ററിലോട്ട് എത്തിക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ മെയിൻ കണ്ടെയ്നറുടെ ഉള്ളിൽ വന്നിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്നൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യും. അതിനുശേഷം ജസ്റ്റിഫൈ കണ്ടന്റിൽ സെൻറ്റർ കൊടുക്കും. ഓക്കെ, ഇങ്ങനെ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ എന്താ ആയിട്ടുള്ളതെന്ന്. ഓക്കെ, ഇപ്പോൾ ബോക്സ് എന്തായിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, സെൻറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ഇതാണ് മെയിൻ കണ്ടെയ്നർ, ഇതാണ് നമ്മുടെ മിനി കണ്ടെയ്നർ. ഓക്കെ, മെയിൻ കണ്ടെയ്നറിൽ ഞാൻ എന്ത് ചെയ്ത്, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്ത്. അങ്ങനെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുന്ന സമയത്ത് എന്താവും, ഒരു ഡിവ് എന്താണ്, ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ ബ്ലോക്ക് എലമെൻറ്റിനെ ഒരു ഇൻലൈൻ എലമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും.
ഓക്കെ, അത്രയും മാത്രമേ അപ്പം നടക്കുകയുള്ളൂ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റിഫൈ കണ്ടൻറ്റിൽ സെൻറ്റർ കൊടുത്ത്, അതായത് ഈ മെയിൻ ഡിവിന് ഞാൻ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ മെയിൻ ഡിവിൻ്റെ ഉള്ളിലുള്ള ആരാണ്, ഈ മിനി കണ്ടെയ്നറാണ്. അപ്പോൾ ഈ മെയിൻ കണ്ടെയ്നർ എന്ത് ചെയ്യും, മെയിൻ കണ്ടെയ്നറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സെൻറ്ററിലോട്ട് എത്തിക്കും. ഓക്കെ, അതായത് ഈ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ കാണുന്ന ഭാഗമാണ് മെയിൻ കണ്ടെയ്നർ, അതിനുള്ളിലുള്ളതാണ് മിനി കണ്ടെയ്നർ. അപ്പോൾ മിനി കണ്ടെയ്നർ എനിക്ക് സെൻറ്ററിലോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു, അതിനുശേഷം ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഈ മെയിൻ കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ് എന്താണോ അതിനെ സെൻറ്ററിലോട്ട് കറക്റ്റായിട്ട് എത്തിക്കും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങളത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർജിൻ വെച്ചിട്ട് മാർജിൻ ലെഫ്റ്റും മാർജിൻ ടോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിനെ സെൻറ്ററിലോട്ട് എത്തിക്കാൻ വേണ്ടി കഴിയും. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കറക്റ്റ് ഹൊറിസോണ്ടലി ഇത് സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് എന്താണ് വേർട്ടിക്കലും സെൻറ്ററിലോട്ട് എത്തിക്കണം. ഉണ്ടോ, ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ കറക്റ്റ് സെൻറ്റർ അല്ലല്ലോ ഈ ഒരു സെക്ഷൻ നോക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് എന്ത്, അലൈൻ ഐറ്റം സെൻറ്റർ. ഓക്കെ, ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി അതിനെ സെൻറ്റർ ആക്കും, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. അലൈൻ ഐറ്റം എന്ന് പറയുമ്പോൾ വേർട്ടിക്കലി അതിനെ അലൈൻ ചെയ്യും. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡീപ്പായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ W3 സ്കൂൾ പോലത്തെ സൈറ്റിൽ കയറിയതിന് ശേഷം എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഫ്ലെക്സിനെ കുറിച്ചിട്ടും മറ്റു ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റിനെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം വിത്ത് ലൈവ് സെർവർ. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ ബോക്സ് കറക്റ്റ് എന്തായി, സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്ക് ബോക്സ് കുറച്ച് സൈഡിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർജിൻ ലെഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ലേശം സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് നീക്കണം. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് ആ സാധാ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനുള്ളിൽ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതായത് ഒരു H1 ടാഗ് ആഡ് ചെയ്യാണ്. ഇതിലെന്തുണ്ട്, ലൈക്ക് ഞാൻ ജസ്റ്റ് ലോഗിൻ കൊടുക്കുകയാണ്. നമുക്കൊരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ലോഗ് ഇൻ കൊടുത്തു. അതിന് ശേഷം മറ്റൊരു div ഞാൻ സെലക്ട് ചെയ്യാണ്. മറ്റൊരു ഡിവും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനുള്ളിൽ എന്ത് ചെയ്യണം, ഞാൻ ഇൻപുട്ടുകൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇൻപുട്ടുകൾ ആഡ് ചെയ്യാൻ ഇൻപുട്ട് ഇൻറ്റു 3 എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടാണ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഇൻപുട്ടുകൾ കിട്ടും. ഓക്കെ, ഓരോന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, താഴത്തോട്ട്. ഓക്കെ, ഇപ്പം എന്തുണ്ട്, ഈ മിനി കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ലോഗിൻ ചെയ്തിട്ടുള്ളൊരു ഹെഡിങ് ഉണ്ട്, അതിന് ശേഷം ഒരു ഡിവ്. ഞാൻ ജസ്റ്റ് ഒരു ID നെയിം കൊടുക്കുകയാണ്. അതിൽ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ ഇൻപുട്ട് ബോക്സ് എന്നൊരു നെയിമിങ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് ബോക്സ് പറഞ്ഞ ഒരു കണ്ടെയ്നറിനുള്ളിൽ എന്തുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള 3 ഇൻപുട്സുകളുണ്ട്, അഥവാ ഫീൽഡുകളുണ്ട്. ഫസ്റ്റത്തെ ടെക്സ്റ്റാണ് ടൈപ്പ് വരുന്നത്, നമുക്ക് നെയിം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ എന്ന് കൊടുക്കാം, അതായത് മൊബൈൽ നമ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തേന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീൽഡാണ്. ഓക്കെ, ദെൻ ഇനി ഇതും നമുക്ക് ഓർഡർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട്
അതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റണ്ണ് ചെയ്ത് നോക്കാം. ഞാൻ മുമ്പേ ഓപ്പൺ ആക്കിയ ടാബ്സ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടുത്തെ ലോഗിൻ വന്നിട്ടുണ്ട്, അതുപോലെ 3 ഫീൽഡുകളും വന്നിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ലോഗിന് ഈ ഫീൽഡുകളെ ഒന്ന് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർജിൻ വെച്ചിട്ട് സെൻറ്ററിലോട്ട് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ VS കോഡിൽ വന്നിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ എനിക്ക് ഈ ഒരു ഹെഡിങ്ങും അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനാണ് സെൻറ്ററിലോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നോക്കേണ്ടത്, മിനി കണ്ടെയ്നറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നോക്കേണ്ടത്. മിനി കണ്ടെയ്നറിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റിഫൈ കോണ്ടന്റ് സെൻറ്റർ കൊടുക്കും. ഇവിടെ എനിക്ക് ജസ്റ്റിഫൈ കോണ്ടന്റ് സെൻറ്റർ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് എന്ത് മാത്രം ചെയ്താൽ മതി, ഇവിടെ ഹൊറിസോണ്ടലി മാത്രം സെൻറ്റർ ആക്കിയാൽ മതി, വേർട്ടിക്കലി സെൻറ്റർ ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ വന്നു കഴിഞ്ഞാൽ ഓക്കെ, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ജസ്റ്റിഫൈ കോണ്ടന്റ് സെൻറ്റർ ഒന്ന് ഒഴിവാക്കുകയാണ്. ദെൻ വീണ്ടും ഒന്ന് സെർവർ റൺ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് ഇട്ട് കഴിഞ്ഞതാണ് ഇഷ്യൂ ആയത്. അതായത് നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേ ഫ്ലെക്സ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലോക്കിംഗ് എലമെൻറ്റിനെ നോൺ ബ്ലോക്കിംഗ് എലമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതായിരുന്നു ഇഷ്യൂ. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, ഇപ്പോൾ ഇതുവരെ ഇത് രണ്ടും ബ്ലോക്കിംഗ് എലമെൻ്റാണ്. കാരണം ഈ ഇൻപുട്ട്സ് ഏതിനുള്ളിലാണ് കിടക്കുന്നത്, ഒരു ഡിവിൻ്റെ ഉള്ളിലാണ്. ആ ഡിവ് എന്താണ്, ഒരു ബ്ലോക്ക് എലമെൻ്റാണ്. ഇതൊരു ബ്ലോക്ക് എലമെൻ്റാണ്. ഇത് ഞാൻ ഡിസ്പ്ലേ കൊടുത്ത സമയത്ത് നോൺ ബ്ലോക്കിംഗ് ആയി മാറി. അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സ് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ ലോഗിന് മാർജിൻ തന്നെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ താൽക്കാലികം നമുക്ക് മാർജിൻ തന്നെ കൊടുക്കാം. മറ്റും വഴികളുണ്ട്, പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാടായിട്ട് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമുക്ക് നോർമലി മാർജിൻ തന്നെ കൊടുക്കാം. സോറി, മാർജിൻ കൊടുക്കേണ്ടത് ഇവിടെ അല്ല. നമുക്ക് ഏതാണ്, ലോഗിൻ എന്ന ഈ ഒരു ഹെഡിങ് ആണ് സെൻറ്ററിലോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഹെഡിങ്ങിനാണ് മാർജിൻ കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ H1ന് ഒരു ID നെയിം കൊടുത്തിട്ട് എനിക്ക് അതിന് സ്റ്റൈൽ ചെയ്യാം. അതല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിക്കൊരൊറ്റ ഹെഡിങ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആ H1 തന്നെ കോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, H1 കോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എനിക്ക് മാർജിൻ ലെഫ്റ്റ് ഒരു 50% കൊടുക്കുകയാണ്. 50% കൊടുത്ത് റണ്ണ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, 50% സൈഡിലോട്ട് മാറി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ഞാൻ ആ ടാഗ് അല്ലെങ്കിൽ എലമെൻറ്റിൻ്റെ നെയിം വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എലമെൻറ്റിൻ്റെ നെയിം വെച്ചിട്ടും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ആ എലമെൻറ്റിന് ഒരു ID നെയിമോ അല്ലെങ്കിൽ ഒരു ക്ലാസ് നെയിമോ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്തുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇവിടെ എന്തുണ്ട്, മറ്റൊരു H1 ടാഗ് കൂടി ഞാൻ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മറ്റൊരു ഹെഡിങ് കൂടി ഞാൻ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഈ കോഡിൽ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റൈൽ എന്തിനും ബാധകമാവും, ആ ഒരു ഹെഡിങ്ങിനും കൂടി ബാധകമാവും. കാരണം അതിനൊക്കെ ആ ഒരു എലമെൻറ്റിൻ്റെ പേരെന്താണ്, H1 എന്നാണ്. അതുകൊണ്ട് എല്ലാത്തിനും അത് ബാധകമാവും. CSS ഫയൽ നമ്മൾ H1ന് മാർജിൻ ലെഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്,
നമ്മുടെ HTML ഫയലിൽ എവിടെ H1 ടാഗ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊക്കെ ബാധകമാണെന്നാണ്. അതൊക്കെ ഈ രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ID എന്ന് പറഞ്ഞിട്ട് ID നെയിമിങ് കൊടുക്കുന്നത് ആ ഒരു എലമെൻറ്റിന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 45 ആക്കുകയാണ്. വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. സോറി, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. ഓക്കെ, ഇത് സെൻറ്ററിലോട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ തന്നെ കറക്റ്റ് ഇൻസ്പെക്ട് ചെയ്യണം. കണ്ടോ, ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട്, H1 മാർജിൻ ലെഫ്റ്റ് നമ്മൾ കൊടുത്തിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നോക്കുകയാണ്. ഏകദേശം സെൻട്രലാണല്ലോ. ആ പോയിന്റ് നോക്കി കഴിഞ്ഞാൽ 40. ഓക്കെ, 40% ആണ് കറക്റ്റ് സെൻറ്റർ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് മാർജിൻ 40% ആക്കാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ആ ഒരു ഹെഡിങ് ഉണ്ടല്ലോ, ആ കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ മൗസ് ഇങ്ങനെ കൊടുന്ന് വെക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഇപ്പം എന്തുണ്ട്, ആ ഒരു ബ്ലൂയിഷ് ഷെയ്ഡും കാണിക്കുന്നുണ്ട്, ഒരു ഓറഞ്ച് ഷെയ്ഡും കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഈ H1 എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് ഒരു സ്പേസ്, അല്ലെങ്കിൽ അതിപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഒരു സ്പേസാണ് ആ കാണിക്കുന്നത്, ആ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ്. ഈ ലോഗിൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ H1 എന്ന് പറഞ്ഞ ഒരു ടാഗ് എലമെൻ്റ് ഉണ്ടല്ലോ, ഇതിനാവശ്യമായിട്ടുള്ള സ്പേസാണ് ആ കാണിക്കുന്ന ബ്ലൂ ഷെയ്ഡ് എന്ന് പറഞ്ഞത്. ഇത് ആദ്യം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഈ ഒരു മിനി ബോക്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു, ഇവിടെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടുന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർജിൻ ലെഫ്റ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വലിച്ചു വിടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യണത്, സൈഡിലൊരു ഗ്യാപ്പായിട്ട് മറ്റൊരു കളർ കാണിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, കൂടുതലായിട്ട് ആലോചിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യണേ, ദെൻ സെർവർ ഒന്നുകൂടി റൺ ചെയ്യാണ്. നേരത്തെ ചെറിയ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായിട്ടുണ്ട്, 40% കൊടുത്തപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ ലോഗിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡിങ് കാണിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഈ ഇൻപുട്ടെല്ലാം നല്ല രീതിക്കൊന്ന് ഓർഡർ ചെയ്ത് വെക്കണം, 1 by 1 ആയിട്ട് ഓർഡർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്, ഇൻലൈൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു ഇൻപുട്ട് കഴിഞ്ഞിട്ട് മറ്റൊരു ഇൻപുട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം താഴത്താണ് മറ്റൊരു ഇൻപുട്ട് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ താഴത്ത് കാണിക്കുന്നത്. എനിക്കിത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് ഇൻപുട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻപുട്ട് എന്താണോ താഴത്താണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണേ, ഫസ്റ്റ് ഇൻപുട്ടിന് ശേഷം ഒരു BR ടാഗ് ഇട്ട് കൊടുക്കുകയാണ്, ബ്രേക്ക് ചെയ്യാണ്. ദെൻ ഇതിന് ശേഷം ഒരു BR ടാഗ് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു രീതിയിലോട്ട് ആയിട്ടുണ്ട്. ഓരോ ലൈൻസിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, ഈ രീതിയിലല്ല ആക്ച്വലി ചെയ്യാറ്. നമ്മൾ സ്റ്റാൻഡേർഡ് ലെവലിൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊന്നല്ല നമ്മൾ സ്റ്റൈൽ ചെയ്യുക. അതിനേതായിട്ട് മറ്റൊരുപാട് ആട്രിബ്യൂട്ട്സും പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, അതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുക. ബട്ട് ഇപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. സോ ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ഓക്കെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് എല്ലാം താഴത്തോട്ടായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്തും കൂടി വേണം, ഓരോ ഇൻപുട്ടിൻ്റെ മുകളിലും അതിൻ്റെ നെയിമും കൂടി കാണിക്കണം. അത് എന്തിനാ ഒരു ഇൻപുട്ട് എന്തിനാന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് നെയിമും കൂടി കാണിക്കണം. അപ്പോൾ അതിന് ഞാൻ ലേബൽ എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യണം. ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, നെയിം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഇൻപുട്ട് നെയിം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം മറ്റൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യണേ. ഇതിൽ ഞാൻ എന്താണ്
ഫോൺ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആയിട്ട് ലേബൽ എന്ത് ചെയ്യാം, ഇതിൽ പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഓരോന്നും എന്തിനുള്ളതെന്ന് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓരോ ലേബൽസ് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, നെയിം കഴിഞ്ഞിട്ട് വേണം, അതായത് നെയിം മുകളിൽ കാണിക്കണം, അതിനടിയിൽ വേണം എനിക്ക് ഈ ഇൻപുട്ട് കാണിക്കാൻ. ആ രീതിയിൽ എല്ലാതും കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും BR ടാഗ് യൂസ് ചെയ്യണേ. ലേബലിന് ശേഷം BR യൂസ് ചെയ്തു, എല്ലായിടത്തും ഇതുപോലെ ആക്കിയാണ്. ഓക്കെ, ഇനി ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, അപ്പോൾ താഴത്തോട്ടായിട്ട് ഓരോന്നും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇനി ഇതിനെ എനിക്ക് സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണേ, ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻപുട്ട് ബോക്സ്, ഈ ഇൻപുട്ട് ബോക്സിനുള്ളിലാണല്ലോ ഇത്രയും കാര്യങ്ങളുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിന് എന്ത് ചെയ്യണം, സെൻറ്ററിലോട്ട് കൊണ്ടുവരികയാണ്. അതിന് ഇൻപുട്ട് ബോക്സിന് ഒരു ഡിസൈൻ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ബോക്സിൽ പറഞ്ഞു കൊടുക്കണം എന്താണ് ID ആയതുകൊണ്ട് ആഷ് അതിൻ്റെ നെയിം, എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മാർജിൻ ലെഫ്റ്റ്. മാർജിൻ ലെഫ്റ്റ് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ 40% കൊടുത്ത് നോക്കാം. ഓക്കെ, 40% ഓവറാണ്. കറക്റ്റ് അറിയണതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ, ഇൻസ്പെക്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യണേ. ഓക്കെ, 13% ആണ് കറക്റ്റായിട്ടുള്ളൊരളവ്. ഓക്കെ, അപ്പോൾ ഇനി VS കോഡിൽ വന്നിട്ട് എന്ത് ചെയ്യാം, 30% ഇൻപുട്ട് ബോക്സിൽ 30% കൊടുത്ത് നോക്കാം. ദെൻ സെർവർ ഒന്നും കൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കറക്റ്റ് ആ ബോക്സ് സെൻറ്ററിലോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻപുട്ട് ഒന്ന് സൈസ് കൂട്ടണം, അതുപോലെ ഈ നെയിമിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം, അതൊക്കെ ഒന്ന് ബോൾഡ് ആക്കണം. അതുപോലെ തന്നെ ഇതിനിടയിൽ ഒരു ഗ്യാപ്പൊക്കെ വരുത്തിയിട്ട് ഒന്ന് നല്ല രീതിക്കുള്ളൊരു ഡിസൈനാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ, VS കോഡിൽ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം, എല്ലാ ലേബൽസും ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ബോൾഡൊക്കെ ആയിട്ട് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലേബലിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യണേ. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലേബലിന് കോൾ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുക, അല്ലാണ്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്ലാസ് നെയിം എല്ലാ ലേബൽസിനും ഇട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണേ, ഫോണ്ട് വെയിറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ബോൾഡ് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഫോണ്ട് സൈസും കൂടി സെലക്ട് ചെയ്തിട്ട് മീഡിയം കൊടുക്കുകയാണ്. എന്ത് ചെയ്യാം, സെർവർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ബോൾഡ് ആയിട്ടുണ്ട്, ഒരു മീഡിയം സൈസിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, മീഡിയം തന്നെ ആയിരുന്നു ഡിഫാൾട്ട് ആയിട്ടുള്ളത്, അതുകൊണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഉണ്ട്. അത് സൈസിൽ വലിയ ചേഞ്ചസ് ഇല്ല, പക്ഷേ ചെറിയ രീതിക്ക് ഒന്ന് ബോൾഡ് ആയിട്ടുണ്ട്. ഈ ബോൾഡ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൂട്ടാൻ വേണ്ടി കഴിയും. $100 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. സോറി, പിക്സൽ ഉണ്ടോ, നേരത്തെ പോലത്തെ ബോൾഡ് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഇനി ബോൾഡ് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഓൾറെഡി ബോൾഡ് ആയിരുന്നു. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ബോൾഡായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന് കളർ എനിക്ക് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കളർ എന്നൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. കളർ ഞാൻ എന്ത് ചെയ്യാണ്, വൈറ്റ് യൂസ് ചെയ്യണം. ടെക്സ്റ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതായത് ഒരു എലമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇനി സെർവർ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ നെയിം, ഫോണ്, പാസ്വേഡ് എന്നുള്ളത് വൈറ്റ് കളറിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി എനിക്കെന്ത് വേണം, ഓക്കെ നെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ സൈസ് ഒന്ന് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ഹൈറ്റ്, ഞാൻ ജസ്റ്റ് ഹൈറ്റ് ഇപ്പോൾ 20 പിക്സൽ വെക്കുകയാണ്. ദെൻ എടുത്ത് ജസ്റ്റ് 30 പിക്സൽ കൊടുക്കുകയാണ്. ഓക്കെ, സെർവർ റൺ ചെയ്ത് നോക്കാം. ഓ സോറി, മുന്നത്തെ ടാബ്സ് എല്ലാം ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പം എന്തായിട്ടുണ്ട്, നമ്മൾ കൊടുത്ത പ്രകാരം ഇൻപുട്ടിൻ്റെ സൈസ് മാറിയിട്ടുണ്ട്. 20 പിക്സൽ ഹൈറ്റും, ദെൻ 20 പിക്സൽ ഹൈറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഓക്കെ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, ഹൈറ്റ് കുറക്കാം. ഹൈറ്റ് 20 പിക്സലിന് പകരം എന്ത് ചെയ്യാം, 60 കൊടുത്ത്, അതുപോലെ വിടുത്ത് നമുക്ക് കൂട്ടണം. വിടുത്ത് എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് 90 കൊടുക്കുകയാണ്. ദെൻ സെർവർ വീണ്ടും ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, വിടുത്ത് നമുക്ക് ഇനിയും കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ, 190 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ആ ഒരു രീതിയിൽ അതിൻ്റെ വിടുത്ത് മാറിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോൾ കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണല്ലോ ഉള്ളത് ഇൻപുട്ടൊക്കെ. എനിക്കിതിൻ്റെ ഈ കോർണേഴ്സ് എന്ത് ചെയ്യണം, കേവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിലെനിക്ക് ഒരു 5 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, കേവായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ടാബ്സ് എല്ലാം ക്ലോസ് ചെയ്യണേ. കണ്ടോ, ഇവിടെ എന്തായിട്ടുണ്ട്, വീണ്ടും കേവായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, 8 പിക്സൽ ഓർ 7 പിക്സലിൽ അത് ഫിക്സ് ചെയ്യണേ. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ഇൻപുട്ടുകൾ തമ്മിൽ കുറച്ച് അകലം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സ്പേസ് വേണം. ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം, മാർജിൻ കൊടുത്തിട്ട് എല്ലാത്തിനും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഒരു BR ടാഗ് ഇട്ടുകൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇൻപുട്ടിന് ശേഷം മാത്രം കേട്ടോ, സിമ്പിളായിട്ട് ഞാൻ എല്ലാ ഇൻപുട്ടിന് ശേഷം ഒരു BR ടാഗ് കൂടി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ,
ഇനി ഞാൻ ലോഗിൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടുത്തെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് H1 വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, കളർന്ന് ഓപ്ഷൻ എടുത്തിട്ട് വൈറ്റ് സെലക്ട് ചെയ്യണേ. അതുപോലെ ഞാനിവിടെ ഇൻപുട്ടിൻ്റെ വിഡ്ത്ത് ഹൈറ്റും ജസ്റ്റ് ഒന്ന് കൂട്ടാണ്, ഒരു 230 പിക്സലും അതുപോലെ തന്നെ 23 പിക്സലും കൊടുത്തു. 20 പിക്സൽ മതി. ശേഷം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്ന് സൈസ് കൂടിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി സെൻറ്ററിലോട്ട് ആക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഇവിടെ മാർജിൻ ലെഫ്റ്റ് 30 കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മാറ്റി 98 വെച്ച് നോക്കാം. ഓക്കെ, വലിയ രീതിയിൽ മാറ്റില്ല. ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം സെൻട്രലായിട്ടുണ്ട്. 22 ആണ് പോയിൻ്റ്. ഇവിടെ വന്നിട്ട് 22 എന്നാക്കി. ദെൻ ഞാൻ എന്ത് ചെയ്യണേ, ഈ ഹെഡിങ്ങിൻ്റെ സൈസ് ഒന്നും കൂടി കൂട്ടുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫോണ്ട് സൈസ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് 25 പിക്സൽ എന്ന് കൊടുത്തു. ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 25 വളരെ ചെറുതാണ്. ഞാൻ ജസ്റ്റ് 55 കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നല്ല രീതിയിലുള്ള ഒരു സൈസിലോട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുക്കുകയാണ്. 52 മതി, അല്ലെങ്കിൽ 50 കൊടുത്തു നോക്കാം. ഓക്കെ, ഇനി അതിനെയും കറക്റ്റ് സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ട് അടിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളിവിടെ 14 ആയിരുന്നു കൊടുത്തിരുന്നത് മാർജിൻ ലെഫ്റ്റ്, അത് കുറച്ച് സെൻറ്ററിലോട്ട് ആക്കിയിട്ടുണ്ട്. 36. ഓക്കെ, 36ലോട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ 40 കൊടുത്ത് 36 കൊടുക്കുക. ഓക്കെ, ഓക്കെ, പഴയ ടാബ്സ് എല്ലാം ക്ലോസ് ചെയ്യണേ. ഇപ്പോൾ എന്തായിട്ടുണ്ട്, ലോഗിൻ എന്ന് പറഞ്ഞ ഹെഡിങ് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബോർഡർ റേഡിയസ് കൊടുത്തിട്ട് കോർണേഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ എനിക്ക് ബോർഡർ കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. എനിക്ക് എന്ത് ചെയ്യണം, ആ ബോർഡറിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഒക്കെ ആണ് കാണുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ എന്താണ്, ഇവിടെ ബോർഡർ കളർ സെലക്ട് ചെയ്തതിന് ശേഷം വൈറ്റ് കൊടുത്ത് നോക്കാം. ഇത് വൈറ്റിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് കളർ ചേഞ്ച് ചെയ്യാനായിട്ടും ബെറ്റർ എന്ത് ചെയ്യാം, ബോർഡർ ഒഴിവാക്കുന്നതായി. കാരണം അതിന് വേണ്ടിയിട്ട് ബോർഡർ സീറോ 0% എന്ന് കൊടുക്കാം. അപ്പോൾ ബോർഡർ എന്ത് ചെയ്യും, ഡിഫോൾട്ടായിട്ട് ഒരു 1 കൈകാര്യം കിടക്കുന്നുണ്ടാവുക, 1 or 2 അപ്പോൾ എന്ത് ചെയ്യും, 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ ക്യാൻസൽ ആയിട്ടില്ല. അതിനുശേഷം 0ക്ക് പകരം
നോൺ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊടുത്ത് ഒന്നുകൂടി സെർവർ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം എന്തോ പോയിട്ടുണ്ട്, ബോർഡർ പോയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ബോർഡറിൽ നണ്ണ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തപ്പോൾ അത് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ അല്ലേ. ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ഹൈറ്റും കൂടെ കൂട്ടാണ്, 25 വെക്കുകയാണ്. ഓക്കെ, ഇനി എനിക്കൊരു ബട്ടൺ വേണം ലോഗിൻ. അതായത് ഇപ്പോൾ നെയിം എൻ്റർ ചെയ്തു, അതിനുശേഷം ഫോൺ നമ്പർ എൻ്റർ ചെയ്തു, അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്തു, എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ഇൻപുട്ട് കണ്ടെയ്നറിന് ശേഷം ഞാനൊരു ബട്ടൺ വെക്കുകയാണ്. അതിന് ബട്ടൺ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യാം. ബട്ടൺ ഇതിനുള്ളിൽ എന്താ എഴുതണേ, നമുക്ക് സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, സബ്മിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ബട്ടൺ വന്നിട്ടുണ്ട്. ഇതാണ് ഡിഫാൾട്ടായിട്ടുള്ളൊരു ബട്ടണ്. ഇനി ഇതിനെ സ്റ്റൈൽ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഡിസൈനിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാം, ഇതിനെ താഴത്തോട്ട് എത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PR ടാഗ് 2 യൂസ് ചെയ്യണേ. അതിനുശേഷം ഇവിടെ ബട്ടൺ കോൾ ചെയ്തിട്ട്, എനിക്കൊരു ബട്ടണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ബട്ടൺ എന്നൊക്കെ കോൾ ചെയ്യണത്. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും, ID നെയിം കൊടുത്തിട്ട് ആ ID നെയിം ഏകാരം കോൾ ചെയ്യുന്നുണ്ടാവാം. ബട്ടൺ എന്ന് കോൾ ചെയ്തതിന് ശേഷം ബട്ടണിന് സ്റ്റൈൽ കൊടുക്കുകയാണ്. എന്തായാലും മാർജിൻ ലെഫ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കും, സെൻറ്ററിലോട്ട് കൊണ്ടുവരണമല്ലോ. ഓക്കെ, മാർജിൻ ലെഫ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒരു 40% ഓർ ഒരു 28 അല്ലെങ്കിൽ 20% കൊടുക്കുകയാണ്. അതിനുശേഷം ബട്ടൺ ഞാൻ വിഡ്ത്തും ഹൈറ്റും കൊടുക്കുകയാണ്. വിഡ്ത്ത് എന്ന് പറഞ്ഞത് ഞാൻ 200ഉം ഹൈറ്റ് 25ഉം കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഒന്ന് സ്മൂത്ത് ചെയ്യണേ. ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഉണ്ടോ, ബട്ടൺ ആയതുകൊണ്ട് ക്ലിക്കിങ് എനിക്ക് കാണാൻ വേണ്ടി കഴിയാം. അപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചില ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഇതിന് ബാധകമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇൻസ്പെക്റ്റിൽ വന്നതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ഓക്കെ വിഡ്ത്ത് ഹൈറ്റും ഓക്കെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത് ഹൈറ്റും കൊടുത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പിക്സലിന് കൊടുത്തിട്ടില്ല. അതായിരുന്നു ഇഷ്യൂ. ഈ നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ നമ്മൾ കൊടുത്ത പ്രകാരം ഹൈറ്റും അതുപോലെ ആ ഒരു വിഡ്ത്തും വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിന് കറക്റ്റ് സെൻറ്ററിലോട്ട് മാറ്റുകയാണ്. ഏകദേശം ഇവിടെ ആയിട്ട് വെക്കാം 25ൽ. അതിനുശേഷം ഇവിടെ തന്നെ എനിക്ക് മറ്റൊരു കോഡ് എഴുതാൻ പറ്റും. ഞാനിപ്പോൾ ടെസ്റ്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇതെന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, VS Codeലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കളർ എന്ന് ടൈപ്പ് ചെയ്ത് ദെൻ വൈറ്റ് സെലക്ട് ചെയ്യണേ. അപ്പോൾ ഉണ്ടോ ഉള്ളിലെ സബ്മിറ്റ് എന്തായി, വൈറ്റിലോട്ട് കൺവേർട്ടായി. ശേഷം
നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫോണ്ട് വെയിറ്റ് ഒന്ന് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് അതേപോലെ ഫോണ്ട് സൈസ് എടുത്തതിന് ശേഷം 25 പിക്സൽ എന്ന് കൊടുത്തു നോക്കാം. ഓവറാണ് ഒന്ന്. ഓക്കെ, ഏകദേശം ഈ ഒരു രീതിയിൽ മതി. ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 15 പിക്സൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആയിട്ട് ഫോണ്ട് വെയിറ്റ് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ? 800 കൊടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ബോൾഡ് ആവുന്നുണ്ട്. നോർമൽ ബോൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടുകയാണ്. ഓക്കെ, 35 പിക്സൽ വെച്ചു. ദെൻ ഞാൻ എന്ത് ചെയ്യണ്, ഇവിടെ ജസ്റ്റ് ബോർഡർ ഒഴിവാക്കുകയാണ്. ഈ ഒരു ബട്ടൻ്റെ ബോർഡർ കാണുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ബോർഡർ നണ്ണെന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ബോർഡർ പോയിട്ടുണ്ട്. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അതിന് മുന്നേ ഞാൻ ഇവിടെ മറ്റൊന്നും കൂടി കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ബോർഡർ റേഡിയസ് ഞാൻ ജസ്റ്റ് ഒരു 5 പിക്സൽ കൊടുത്ത് വെക്കാം. 5 കൂട്ടുകയാണ്. ഉണ്ടോ? 5 കൂട്ടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ബട്ടൻ്റെ ഷേപ്പ് മാറുന്നുണ്ടോ? കേവിങ് കൂടുതലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിൽ 16 പിക്സൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ ബോർഡർ നണ്ണ് കൊടുത്തതിന് പകരം ഇവിടെ എനിക്ക് വൈറ്റ് എന്ന് കൊടുത്ത് നോക്കാം. സോറി, ബോർഡർ അല്ല, വൈറ്റ്. ജസ്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്യണേ. ഇവിടെ ഞാൻ ബോർഡർ കളറ് കൊടുത്തതിന് ശേഷം വൈറ്റ് എടുത്തു. അപ്പോൾ ഉണ്ടോ, ഒരു വൈറ്റിഷ് കളർ കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ കോഡിലെല്ലാം ജസ്റ്റ് കോപ്പി ചെയ്യണേ. എന്നിട്ട് VS കോഡിൽ ബട്ടണിന് കൊടുന്ന് അത്തരം ചേഞ്ചസ് അപ്ലൈ ചെയ്യണം. ഇനി സർവർ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഈ ഒരു ലോഗിൻ പേജിൻ്റെ ഹൈറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഇതാണ് മെയിൻ കണ്ടെയ്നർ. സോറി, ഇത് മെയിൻ കണ്ടെയ്നർ, ഇത് മിനി കണ്ടെയ്നർ. മിനി കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് കുറയ്ക്കുകയാണ്. ഇവിടെ ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻറ്ററിൽ നിൽക്കുന്നത്? നേരത്തെ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ട് ജസ്റ്റിഫൈ കണ്ടൻറ്റും ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്ററും അതുപോലെ അലൈൻ ഐറ്റം സെൻറ്ററും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കറക്റ്റ് സെൻറ്റർ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. 465 ഇതേ ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതേ ഹൈറ്റ് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. 465 പിക്സൽ. ഓക്കെ, അതും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബട്ടന് ഒരു BR കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഡിസൈൻ ഏത് രീതിയിലായിട്ടുണ്ടോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതെ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ലോഗിൻ കാണാം, അതുപോലെ ലാബിൽ വെച്ചിട്ട് നെയിം കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട്സ് ഉണ്ട്, അതുപോലെ ബട്ടനും ഉണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നോർമൽ ബേസിക് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെയിൻ കണ്ടെയ്നറിനെ
മെയിൻ കണ്ടെയ്നറിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ബോർഡർ റേഡിയസ് ഒരു 6 വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ബോർഡർ ഒരു കേവിങ് വന്നിട്ടുണ്ട്. ബോർഡർ റേഡിയസ് കൊടുത്തപ്പോൾ ഒരു കേവിങ് ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനി ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനോ അങ്ങനെ എന്ത് വേണമെങ്കിലും എനിക്കിനി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ഈ മെയിൻ കണ്ടെയ്നർ സെലക്ട് ചെയ്തിട്ട് കളറിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് കളേഴ്സ് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, വാട്ടെവർ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയൊരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ ലോഗിൻ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തു, നെയിം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ, അതുപോലെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു, ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടിരുന്ന ചെറിയൊരു ഡിസൈനൊക്കെ മനസ്സിലാക്കി വെക്കുക. ബേസിക് ആയിട്ടുള്ള ടാഗുകളും അതിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ മറ്റ് എലമെൻസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ HTML ഇനിയും ഒരുപാട് ടാഗുകളും അതുപോലെ CS-ൻ്റെ കേസിലാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രോപ്പർട്ടീസും അതുപോലെ മറ്റ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാമെന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. ഒരു 1 വീക്ക് എടുത്തു കഴിഞ്ഞാൽ പോലും ഇത് തീരില്ല, ഇത്രയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ ഓരോ ടാഗിനെ കുറിച്ചിട്ടായാലും മറ്റു സ്റ്റൈലിങ്ങിനെ കുറിച്ചിട്ടായാലും അറിയണമെന്നുണ്ടെങ്കിൽ W3 സ്കൂൾ എന്ന പറയുന്ന ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, HTML ട്യൂട്ടോറിയൽ, ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഓരോ ബേസിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിൽ ടാബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ പേജ് ടൈറ്റിൽ, ബ്ലോക്ക് ആൻഡ് ഇൻലൈൻ എന്താ ഇവിടെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ ക്ലാസ് എന്താ, ഡിവ് എന്താ, ഐഡി എന്താണ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും ഇതുപോലെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇവിടെ ഡിവിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതാ ഡിവ് ഇവിടെ ഉണ്ട്. ഡിവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിനെ കുറിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻ വായിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഉണ്ടോ ചെറിയ രീതിയിലുള്ളൊരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്തരത്തിൽ നല്ല ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു റെഫറൻസ് നടത്തിയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ ഇനി ഇന്നത്തെ ഒരു ടാസ്ക് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ടാസ്ക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ടൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം, ഇപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈറ്റ് എടുക്കാൻ വേണ്ടി കഴിയും. അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പോൾ ഹോം പേജ് ഉണ്ടായിരിക്കാം, കോൺടാക്ട് സെക്ഷൻ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ അബൌട്ട് അസ് എന്ന് പറയുന്ന പേജൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു പേജ്, ഏതെങ്കിലും ഒരു വെബ് പേജ് നിങ്ങൾ എന്ത് ചെയ്യാം, സ്വയം ബിൽഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മേ ബി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതിൽ കൂടുതലും ടാഗുകൾ യൂസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം റെഫർ ചെയ്തിട്ട് അതെല്ലാം കണ്ടുപിടിച്ച് സ്വയം ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇന്നത്തെ ഒരു ടാസ്ക്കായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ.